MP ജാക്സൺ ചെയർമാനായ ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്കിന്റെ കർശന നടപടി. RBI നിബന്ധനകൾ ലംഘിച്ച് മൂലധനം സംരക്ഷിക്കാതെ വഴിവിട്ട് വായ്പകൾ നൽകിയ ഗുരുതര സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് കർശന നടപടിയിലേക്ക് വഴി തുറന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബോർഡുമായും മാനേജ്മെന്റുമായും ഇടപെട്ടിട്ടും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല. തുടർന്നാണ് 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 35A 56 പ്രകാരമുള്ള നടപടിയിലേക്ക് കടന്നതെന്ന് RBI അറിയിപ്പിൽ പറയുന്നു. ജൂലൈ 30 മുതൽ നടപടി പ്രാബല്യത്തിൽ വന്നു. ഇരിങ്ങാലക്കുട ഹെഡ് ഓഫീസിന്റെയും 18 ബ്രാഞ്ചുകളുടെയും പ്രവർത്തനം താളം തെറ്റി. RBI നടപടി നവമാധ്യമങ്ങളിലൂടെ പരന്നതോടെ പരിഭ്രാന്തരായി നിക്ഷേപകരും ബാങ്കിലെത്തി. ബാങ്ക് പരിസരത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഉത്തരവ് പ്രകാരം RBIയുടെ രേഖാമൂലമുള്ള മുൻകൂർ അനുമതി വാങ്ങാതെ ഇനി ബാങ്കിന് പുതിയ വായ്പ അനുവദിക്കാനോ പുതുക്കാനോ പാടില്ല. പണം കടം വാങ്ങാനും പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും ചെലവുകൾ നടത്താനും പാടില്ല. സ്വത്തുക്കളോ ആസ്തികളോ വിൽക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും വിലക്കുണ്ട്. നിക്ഷേപകർക്ക് സേവിങ്സ് ബാങ്കിലോ കറന്റ് അക്കൗണ്ടിലോ മറ്റേതെങ്കിലും അക്കൗണ്ടിലോ ഉള്ള മൊത്തം സംഖ്യയിൽ നിന്നും 10,000 രൂപ മാത്രമാണ് പിൻവലിക്കാൻ അനുമതി. ഉപഭോക്താവിന് വായ്പയും നിക്ഷേപവും ഉണ്ടെങ്കിൽ RBI വ്യവസ്ഥകൾക്ക് വിധേയമായി ക്രമീകരിക്കാം. പണം പൂർണ്ണമായും തിരികെ ലഭിച്ചില്ലെങ്കിൽ നിക്ഷേപകർക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ പരിരക്ഷയ്ക്ക് സമീപിക്കാം. 6 മാസത്തേക്കാണ് നടപടി. ബാങ്ക് സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നടപടികളിൽ മാറ്റം വരുത്തുമെന്നും അറിയിപ്പിലുണ്ട്. ബാങ്കിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വഴിവിട്ട് നൽകിയ വായ്പകളിൽ പലതും തിരിച്ചടവില്ലാതെയാണെന്ന് RBI പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിച്ച് RBIയുടെ താൽക്കാലിക നിയന്ത്രണങ്ങൾ നീക്കാൻ ബാങ്കിന് കഴിയുമെന്ന് ചെയർമാൻ അവകാശപ്പെട്ടു. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ ഇല്ല മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്? ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ, സംഗതി സൂപ്പറാ. CoPro Coconut Oil, crossing dreams of taste. High-grade coconuts, advanced technology, triple filter process. A product of Venganesheri Service Cooperative Bank.